വൈഷ്ണവ ഇതാക്കി നോക്കും. ഇത് വല്ല ആവശ്യം തോന്നുന്നു വിരിച്ചു ശരിക്ക് വേണ്ട പോലെയുണ്ട്. ഇതല്ലാതെ വിരിച്ചൊക്കെ വേണ്ട കൊണ്ട് കാര്യമില്ല. ഇത്രയൊക്കെ വലിയ സാധനങ്ങൾ ഒന്ന് ആവശ്യമായിട്ടുള്ളൂ ഒന്ന് പരീക്ഷിക്കുക. കാരണം എൻ്റെ ഭക്തനാണല്ലോ. ഈ സമ്പത്ത് ഉണ്ട് വേണ്ട കാര്യമില്ല, സൂക്ഷ്മത വേണം. അത് ഉണ്ടായില്ല. ഈ പട്ടൊക്കെ ചവിട്ടിയ കൂടി അത്ര കേമായിട്ടുള്ള പട്ടാണ്. വൈഷ്ണവ അത് മാറ്റിക്കോളൂ. അതല്ല അടിയല്ല ആഗ്രഹം സന്തോഷമാണ്. തൃപ്പാദങ്ങൾ കുറഞ്ഞാണോ? ഓ അങ്ങനെ ആയിക്കോട്ടെ. ഭഗവാൻ എഴുന്നള്ളിയപ്പോ ആ വൃഷഭത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ഏതിന്റെ പാദങ്ങളിൽ പൊടിയൊന്നുമില്ല. ഞാൻ മൈസൂരിന് സന്തോഷമാവാൻ പാകത്തിന് അദ്ദേഹത്തിനെ കാണാൻ പാകത്തിന് കാലത്ത് പൊടിയൊക്കെ തുടക്കണം ഈ കൈകൊണ്ട് കാട്ടി മെല്ലെ ഒരു പാദം വെച്ചു. നേരെ അടുത്ത പാദം അത് കുറച്ച് വൃത്തിയായിട്ട പാദത്തിനാണ്. എന്നിരുന്നാലും വൈസോണിന് തോന്നിച്ചോട്ടില്ല. കുറച്ച് അധിക അഹങ്കാരം ഉള്ളതുകൊണ്ട് കുറച്ച് സൂക്ഷ്മത അധികം ഉണ്ടാവുകൊണ്ട് നേരെ പിന്നിൽ ശ്രീ മഹാഗണപതിയ ചെവി കെട്ടിക്കൊണ്ട് അങ്ങനെ. അപ്പൊ അതൊന്നും അദ്ദേഹം കാണാനൊന്നുമില്ല. ഒന്ന് ഭാഗാകണത്തിനെയാണല്ലോ. നോക്കുമ്പോ എന്താ, അയ്യോ 60,000 കോടി പൊടിയോ അല്ലാണ്ട് വേദിക്കാൻ. കാരണം ഒരു ചവിട്ടാൻ വെച്ചപ്പോഴും അത്രയും ഭാഗത്തെ പട്ട് പൊടിഞ്ഞു പോയി. രണ്ടാമത്തെ പാലും അങ്ങനെ ക്രമത്തിൽ വെച്ചപ്പോ എന്താ ഭഗവാൻ പറഞ്ഞു കേട്ട് മാറ്റി വെച്ചാൽ മതി. ഇനി പണ്ട് കാര്യമില്ല. എന്താ കാട്ടി വേറെ വല്ല പട്ടില്ലായാലും വെച്ചുകൊണ്ടിരിക്കുന്നത് ക്രമത്തിൽ നല്ല വലിപ്പമുണ്ട്. മുമ്പത്തേക്ക് കുറച്ചധികം തടി വലിയ വെച്ചിട്ടുണ്ടെന്ന് സംശയപ്പോ നടന്നു വരുമ്പോഴേ ഓരോരോ കാര്യങ്ങൾ വെക്കുമ്പോ പേടി നല്ലോണ്ട് കൊല്ലുണ്ണി മനസ്സിത്രത്തിന് ഞാൻ ചെവി ആട്ടിക്കൊണ്ട് അച്ഛൻ്റെ പിന്നാലെ ആ ഭഗവതി ആ പുത്രന്മാരുമായിട്ടുള്ള സുബ്രഹ്മണ്യൻ ശാസ്താവ് ഭൂതഗണങ്ങള് മാത്രം ദേവന്മാർ 33 കോടി ദേവകള് ഉപദേവകള് 66 കോടി അസുരകള് എല്ലാവരും കൂടി വന്നപ്പോഴത്ത സന്തോഷം ഹേമായി ഇതിനെ വേണ്ട പോലെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്ന് ആസനസ്ഥനാക്കി അർഘ്യവാദ്യങ്ങളെ കൊണ്ട് പൂജിച്ച് പിന്നെ കുശലപ്രശ്നം അടിയൻ ഒന്നകത്ത് ദഹനപ്പേര് എന്നാ പോയൊരു ഭഗവാന്റെ അനുവാദം വാങ്ങി നേരെ ദഹനപ്പേരെ പോയപ്പോ എന്താ അന്നത്തെ 84-ാം പിറന്നാളിന് എന്താ അവിടെ കലയില്ലേ? 84-ാം പിറന്നാൾ തുടങ്ങിയിട്ടില്ലേ? എന്താ കാണിക്കുന്നത്? അല്ല ഇറങ്ങിട്ടാണ് വാങ്ങിയിട്ട് എത്ര നേരമായി വാങ്ങി വെക്കില്ലേ? വാങ്ങി വെക്കാൻ ഒന്നായിട്ടുള്ളൂ. അവന്റെ ചാവുന്ന് നിരീച്ചു പായില്ല. അവരുടെ മാത്രം കുറച്ച് കൂട്ട് താൻ കുറച്ചും പോകുന്നത് ഈ കൂട്ടുകാരല്ലേ ഇപ്പഴാ അത് കൂട്ടി കഴിഞ്ഞാൽ അങ്ങേപ്പുറത്ത് കൂടാളാ. ഈ പരിഭവം കണ്ടപ്പോ കുറച്ച് മാത്രമേ. കാരണം പുത്രന്മാരെല്ലാവരും ഉണ്ടല്ലോ, കിടാങ്ങളാണല്ലോ. അവർക്ക് കൂടി കഴിഞ്ഞാൽ കണ്ടപ്പോ ആ മട്ട് കണ്ടപ്പോ കുറച്ച് താമസമായെങ്കിലും ആയിട്ടല്ല തോന്നി. ഞാൻ ഭഗവാൻ എടുത്ത് പോയി അറിയിച്ചേക്കാം. ഭക്തനാണല്ലോ വേഗം നിന്നു കേറാൻ. എന്താ വയസ്സോണ അല്ല എന്താ അവിടെ ശബ്ദം കേൾക്കുന്നത്? എണ്ണ പേരുന്നുള്ള ശബ്ദ കുറച്ച് ഉണ്ടാവും. ഇല്ലാണ്ടോ അവർക്ക് ഒരു പരിഭവം കൊണ്ടാണ്. അത് ഇല്ലാണ്ടോ ഇല്ലോ എന്താ അത്? അല്ല കിടാങ്ങൾക്ക് താമസമായെങ്കിലോ എന്ന് പരിഭവം അടിയാണ്. അതുകൊണ്ട് കുളി ഉണ്ടെങ്കിൽ കുളി കഴിഞ്ഞ് വന്നാൽ പ്രാതലാമൃതത്തിന് ഒരു വട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൽപ്പന ഉണ്ടാവുകയാണെങ്കിൽ എന്നാ അങ്ങനെ ആയിക്കോട്ടെ. എന്നാൽ അവിടെ പോയിട്ട് വിവരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ നേരം അത് വേണ്ട പോലെ ആവണമെങ്കിൽ കുറച്ച് താമസമുണ്ട്. ആ താമസത്തിന് ഇടണ്ടാവരുത്. ആ താമസം വേഗത്തിലാവണം. എന്താ വഴി? ഞാൻ കുളിച്ചു വരാൻ പറഞ്ഞു വെച്ചാൽ കുളിച്ചു വരുമ്പോഴേക്കും കൂടെ ആവുമല്ലോ. ആ ഒരു കണക്കൂട്ടുണ്ട്. എന്നാൽ കിടാങ്ങൾക്ക് കുളി ഉണ്ടെങ്കിൽ അതൊന്നും അങ്ങനെ വെച്ചാവാം. വേഗം വിഷമം പോയിട്ട് എവിടെ കാര്യസ്ഥന്മാര് എവിടെയാണ്? ആ കിടാങ്ങൾക്ക് 3 പേർക്കും തേച്ചുളി അതിന്റെ ഭാഗത്തിന് സ്വർണ്ണക്കിണ്ണത്തില് കേമായിട്ട് എണ്ണ 3 പാത്രം 3 കൊണ്ടുപോയി വെച്ചു. തേച്ചുളി ഉണ്ടെങ്കിൽ ശിവഹാനുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ആ 3 കിണ്ണത്തിലെ സ്വർണ്ണക്കിണ്ണത്തിലെ ആ എണ്ണ ആ പാത്രത്തോട് വിട്ട് ഒന്നും അറിയാത്ത മാതിരി കാര്യം കഴിഞ്ഞു. എത്ര പെട്ടെന്ന് കഴിയുന്നുണ്ടോ? എന്താ തേച്ചുളി ഉണ്ടായിട്ടില്ല. കാരണം ഇനി വേണ്ടാച്ചിട്ടാ. കാരണം ഇന്ന് കേമായിട്ട് ഭക്ഷണം തന്നെയാണല്ലോ മുഖ്യം. അപ്പൊ തേച്ചുളി അല്ല വേണ്ടാച്ചിട്ടല്ല. അകത്ത് എന്നാൽ ഫലം കൂടുന്ന അച്ഛൻ പറയാറില്ലേ? വിഷമം മനസ്സിലായില്ലേ? തേച്ചുളി ഇല്ല. അപ്പഴാ ഒന്നുകൂടി പരിഭവിച്ചു. ആ ദഹനപ്പേരെ പോയി എന്തായി തേച്ചുളി എന്നാ പറയുണ്ടായി. എന്നാ ഒരു കാര്യം ചെയ്യാം, പൊന്നുകണ്ണം വെക്കുക. നിലവിളക്ക് കൊടുത്ത് വെക്കുക. നിലവിളക്ക് വെച്ചു, പൊന്നുകണ്ണം വെച്ചു, അവണപ്പലക്ക് വെച്ചു, പൊന്നുകിണ്ടിൽ വെള്ളം കൊണ്ട് വെച്ച് കൊടുത്താളെ വെള്ളം. എന്നാൽ കാര്യം കലത്തുപ്പഴേരി കഴിഞ്ഞു മൂക്ക് അവിടെ പോയിട്ട് കലത്തുപ്പുഴ ആചാരപ്രകാരമാണല്ലോ. നമുക്കിപ്പോ കാര്യസ്ഥനെ വിളിച്ചു മാത്രമേ കലത്തുപ്പുഴ വഴിയേരി എത്ര ഒഴിക്കും? 3 കിടാങ്ങല്ല നിറച്ച് നാഴി ആയിക്കോട്ടെ, 3 നിറച്ച് നാഴി ആയിക്കോട്ടെ. അങ്ങനെയാവും. കഷ്ടിയാക്കരുത്. നിറച്ച് നാഴി നിർത്തും. മാത്രം ഒടിച്ചിട്ട് ഒരു അരിതെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെ കാണിക്കണം വെച്ചാൽ അത് കാര്യസ്ഥന്മാരുടെ സ്വഭാവമാണല്ലോ. നിറച്ചാണെങ്കിലും അവർക്ക് അങ്ങനെ വരുള്ളൂ. അതിൽ ഒരു ദിവസം മനസ്സിലാക്കി നിറച്ച് നാഴിയായിട്ടുണ്ടെങ്കിൽ നിറച്ച് നാഴി കൊടുത്തു മാത്രമല്ല വേണ്ട പോലെ വേഗത്തിലാക്കണം. അത് വേണ്ട പോലെ പാചകം ചെയ്തു. കലത്തുപ്പഴേരി ഇറക്കി വേണ്ട പോലെ പാചകം ചെയ്തപ്പോൾ നോക്കി സ്വർണ്ണചട്ടകം
എത്രണ്ട് താമസം ഉണ്ടാവും. ആയിത്തിറങ്ങി ചായില്ലേ, ആയിത്തിറങ്ങിയതിനുള്ള വാക്ക് ആവില്ല. എന്നാലും അവര് ഏകദേശം പരിഭവമൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ സമയത്ത് കലാവും ചെയ്തല്ലോ. എഴുന്നള്ളിക്കാം, കൽപ്പന കൊടുക്കട്ടെ, അദ്ദേഹത്തിന് അറിവ് തിരുവിളക്കലില്ലാതെ എഴുന്നള്ളിക്കാൻ വേണ്ട പോലെ അറിയിക്കാം. താമസം എടുത്ത് പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വരട്ടെ എടുത്ത് കാത്തിരിക്കുക. അത് യോഗ്യമാക്കി ചോദിച്ചല്ല. സമ്മതല്ലേ? വൈഷ്ണവ എന്താ പ്രത്യേകിച്ച്? കിടാങ്ങൾക്ക് 3 പേർക്കും പ്രാതല ഹൃദയത്തിന് സമയമായിട്ടുണ്ട്. എന്നുള്ളതായി കഴിഞ്ഞാൽ പുറപ്പെടാച്ചിട്ടാണ്. എന്താ ഒരുണ്ണി അച്ഛാ, എന്താ അങ്ങനെയാവാം, ഇവിടെ ഒരു മനസ്സിലാക്കി ഈ ഭഗവാൻ വിളിച്ചു. തൻ്റെ ഭക്തനാണല്ലോ. അല്ല, സമ്പത്ത് ഇഷ്ടം പോലും ഉണ്ടല്ലോ. അഹങ്കാരം പരമാവധി ത്രൈലോക്യവാസികൾ ഒന്നടങ്കുണ്ടാവും, അതിൽ അധികാരം ഉണ്ടാവില്ലോ എന്നാണ് ചോദിക്കുന്നത്. ഈ ധനം വർദ്ധിച്ച അഹങ്കാരം കൂടും, അതൊന്ന് പാഴാക്കണമല്ലോ. തൻ്റെ ഭക്തനാവുകൊണ്ട് ആ ശ്രീ മഹാഗണപതി അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ആ തൃക്കൈ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രീ മഹാഗണപതി തിരുവണ്ടിയിൽ ഒന്ന് തട്ടി കഴിച്ചു. ഒന്ന് തട്ടിയിട്ട് വിട്ടപ്പോൾ എന്താ, അതോടുകൂടി ജഡരാഗ്നി കത്തിക്കാരി. അച്ഛാ, നല്ല വിശപ്പുണ്ട് വൈശ്വണ. അകത്തേക്ക് എഴുന്നേൽപ്പിച്ച് നോക്കിയപ്പോൾ എന്താ, അവിടെ കേമായിട്ട് നിലവിളക്ക് കൊടുത്തു വെച്ചിട്ടുണ്ട്. 3 പൊന്നുകെണ്ണം ഉണപ്പളിക പൊന്നും കെട്ടി നേരെ നടുക്കില് ശ്രീമഹാരോട് ഇരുന്നു. 2 ഭാഗത്തും സുബ്രഹ്മണ്യൻ ശാസ്താവ് ഇരുന്നപ്പോൾ അവർ നോക്കിയപ്പോൾ പരിഭവം കൂടി, ബുഭുക്ഷ കൂടി. എങ്ങനെയാ ഉറങ്ങുണ്ടാവോ? ഞാൻ തന്നെ ആവാം. സ്വർണ്ണകെട്ടുകം, സ്വർണ്ണ കോരിക ഒക്കെ കേമായിട്ട് എടുത്തു. കാലത്ത് പഴയ വേണ്ട പോലെ ആചാരപ്രകാരം വേണ്ട പോലെ ഉറങ്ങണല്ലോ. കേമായിട്ട് 3 പേർക്ക് ഉറമ്പാനായിക്കൊണ്ട് ആദ്യം ഉറമ്പി മാത്രമല്ല കൊടിക്കൂറത്തോളം വെള്ളം കൊടുത്തപ്പോൾ അത് ഒന്നിച്ച് വട്ടം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയാണല്ലോ ഒന്നിച്ച് പിടിച്ചു മാത്രമല്ല സുബ്രഹ്മണ്യൻ ശാസ്താവ് നോക്കിക്കൊണ്ടിരുന്നു. കാരണം 3 ആൾക്കും കൂടി ഉറമ്പിയത് ഒന്നിച്ച് പിടിച്ചപ്പോൾ എന്താ ഉത്ഭവമായപ്പോൾ വളയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്കാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന ആ വിളക്കും 3 പൊന്നിൻ തളികയും ആ ഉറമ്പിയ പദാർത്ഥവും ഒന്നിച്ച് 5 പ്രാണാഹുതി വേണല്ലോ. അല്ലാതെ ശബ്ദം ഉണ്ടാക്കാനും പറ്റില്ല. രണ്ടാളും നോക്കിക്കൊണ്ടിരിക്കുമ്പോ കറുത്തുപഴി എവിടെ? അത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞേ. ഞാൻ അപ്പുറം വലിയ കാര്യസമയോട് കഷ്ടിയാക്കരുത് പറഞ്ഞാണല്ലോ. ഇപ്പൊ അച്ചേക്കണേ അപ്പോൾ നീ കറുത്തുപഴി എടുത്ത് അത് വേണ്ട പോലെ പാചകം ചെയ്ത് പാകാക്കി വരുമ്പോഴേക്കും നേരെ അധികം ചിന്തിക്കോലോ കാര്യം. അവമാനിക്കാൻ വേണ്ടി മഹത്താണ് പറ്റി. നിങ്ങളെ എത്രത്തോളം പറഞ്ഞ ഏൽപ്പിച്ചതല്ലേ. എന്താ നീ ചെയ്യാ? നീ കാര്യം ചെയ്ത് ഉണ്ടാക്കാൻ പോകുന്നു. ചെമ്പുപഴി കറുത്തുപഴിയിലേക്ക് കൊടുക്കുക. ആചാരം തെറ്റിക്കണ്ടല്ലോ. അത് കേമായിട്ട് ചെമ്പുപഴി എടുത്ത് കറുത്തുപഴിയിലേക്കിട്ട് കൊണ്ടപ്പോ വൈഷ്ണവൻ തന്നെ 2ാമത് മുമ്പിൽ കൊടുത്തു. മാത്രം മുമ്പിൽ കൊടുത്തപ്പോൾ ആദ്യം ആ പൊന്നും കളിയൊക്കെ വെച്ചാൽ പിന്നെ ഒന്നും ഉണ്ടായില്ല. കേമാറ്റി ഇല മതി വെച്ചു മാത്രം. രണ്ടാമത്തെ പ്രാണാഹുതി കഴിഞ്ഞ് 3, 4, 5 ക്രമത്തിൽ 5 പ്രാണാഹുതി വരെ ക്ഷമിച്ചു. അപ്പൊ ഓരോന്നും ഇങ്ങനെ കേട്ടോ. അപ്പൊ ഉളമ്പണത്തോളം ചൂട് പാകാണെന്ന് കഴിച്ചു കഴിഞ്ഞപ്പോ ജഡരാഗ്നി കത്തിക്കാന്ന് നോക്കിയപ്പോ 3 എണ്ണം കഴിഞ്ഞ് 4 എണ്ണം കഴിഞ്ഞ് 5 എണ്ണം പ്രാണാഹുതി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാൻ ചിലപ്പോ പിന്നെ സംഭാഷണം ചെറിയ വൈശ്രവണ പതിവില്ല ശബ്ദം. എന്താ ശബ്ദം ഇങ്ങനെ? അതെ, ഒന്ന് ഉത്സാഹിക്കുക. അദ്ദേഹത്തിന്റെ അടുത്ത് മറ്റുള്ളവരൊക്കെ കുരുക്കണാങ്ങളുടെ സുബ്രഹ്മണ്യ ശാസ്താവിന്റെ ഒഴിക്കട്ടെ ഉന്നതബ്രാക്കന്മാരെ കാര്യം ചെയ്യുക. ഉന്നതന്റെ ചുണ്ടി ഇട്ട് കഴിഞ്ഞാൽ ആകെ വിഷമം. ഒന്ന് ഉത്സാഹിക്കുക. നേരെ മറ്റാണ്ടായിട്ടുണ്ട്. ഇത്രയേ ഞാനേ ഇന്നലെ അത്താവുന്നുണ്ടായിട്ടില്ല. കാര്യം പറയാൻ വരും മാത്രമേ ഈ ക്ഷമമായിട്ടില്ല. കാരണം അനവധി നേരം ഒഴിക്കട്ടാ. നല്ല വരുന്നുണ്ടെന്നാലും സന്തോഷം. ഇവിടേക്ക് വരാൻ ആദ്യമായിട്ടാ ഇത്ര കാര്യമായിട്ട് വിളിച്ചത്. അതായത് സന്തോഷം. ഇപ്പോഴേക്കും വിളിച്ചത് എനിക്കൊന്ന് കേമായിട്ട് വേണമല്ലോ. കേമാവൊന്നുമില്ല. എന്നെ കൊണ്ട് വയ്ക്കുന്ന പോലെ കേമാക്കട്ടെ. ഉത്സാഹിക്കുക. സാധാരണ എല്ലാവരും താൻ എന്താ കാര്യമ്പോൾ കേൾക്കുന്നു. ഉത്സാഹിക്കും. ഞാൻ മാത്രമേ താനുമുണ്ട്. ഞാൻ എല്ലാവരും ഒരാളല്ല ഉത്സാഹിക്കുക. എല്ലാവരും ഉത്സാഹിക്കാറുണ്ട്. ആ ചോറ് ധാരാളം അങ്ങനെ ഉണ്ടായി വെച്ചു പരമ്പ് നിർത്തി കേമാർ ധാരാളം ഈ ത്രൈലോക്യവാസികൾക്ക് ഒന്നടക്കാണല്ലോ വെച്ചിരിക്കുന്നത്. പിന്നെ കളച്ച് കിട്ടും മറക്കാൻ തുടങ്ങി. ഓരോ പാത്രത്തേക്ക് ഉളമ്പ് തുടങ്ങിയപ്പോ എന്താ ഉളമ്പ് ചൂട് പാകാണോ നോക്കിയിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ വരാൻ വഴി തുടങ്ങി. താമസം കൂടി തുടങ്ങിയപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് താമസം ഒന്നുമുണ്ട്. ഒന്ന് വേഗത്തിലാവട്ടെ. മെല്ലെ പഠിക്കുക. എന്താ ഈ വല്ല തടി കുറച്ച് കൂടിയിട്ട് മുമ്പത്തെ പോലല്ലേ ഈ തടി കൂടി ആള് കേവലാൻ വേണ്ടി കാര്യമില്ല. ഈ സാവധാനം ശ്രദ്ധിച്ച് നടക്കുന്ന കാര്യം കഴിയാ. ഒന്ന് പഠിപ്പിക്കണ്ട. ഒന്നും വിചാരിക്കാം. നമുക്ക് എല്ലാവരും നിൽക്കുമ്പോൾ ഇവിടെ ചോറ് വരാൻ വേണ്ടിയപ്പോ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വിളമ്പാൻ നേരം കിട്ടണ്ടേ. ദേഷ്യം കിട്ടും. ഒന്നും ജഡരാഗ്നി കട്ടിക്കാലി ദേഷ്യം ഒന്നും മാത്രല്ല എടാന്നോ യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ നിന്ന് എടാന്ന് പറയും. ശബ്ദം കേൾക്കാറില്ല. ഇത് ഒരു പ്രാവശ്യമില്ല, 2ാമതും എടപ്പാട ശക്തി. കുഞ്ഞിനെ കേവന്മാരായിട്ടുള്ള മക്കൾ ഇപ്പൊ എടാന്ന് കേട്ടിട്ടുണ്ടല്ലേ. സ്വതേ പാടില്ലാത്തതാണ്. അപ്പൊ അതേ ഉള്ളൂ കേവന്നത്തില്ല.
എന്റെ ദിവസം ഞാൻ പുറപ്പെട്ടന്നെ മാറ്റിട്ടേ. കാരണം ആ വിദ്വാന്റെ മുഖം കണ്ടു വെട്ടിയതായി. ഞാൻ ഇതൊന്നും ആവശ്യമില്ലാതെ കണ്ടി ചീത്തപ്പേര് കേൾപ്പിക്കാൻ ഇപ്പൊ തന്നെ ബുദ്ധി. പൈസയോട് വരുമ്പോഴേ ഏതാ പൈസ വേണാച്ചാൽ ദേഷ്യം കൊണ്ട് മുണ്ടില്ലേ. ദേഷ്യം കൂട്ടഞ്ഞ് മാത്രമല്ല ചോറ് കാണാനില്ല. ചോറ് മുമ്പിലുണ്ടെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ. ഏതാ കള്ള ഞാൻ ആരെയും കക്കാൻ പോയിട്ടില്ല. വെറുതെ ആവശ്യമില്ലാതെ കിടപ്പാണ് ശക്തി. ദേഷ്യം വല്ലാണ്ട് വിഷമം ഉണ്ടാവേണ്ടി കാര്യം ഉണ്ണിട്ടപ്പോഴാ ഇനി വലിയ ഉണ്ടാവും. അങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ? പോകാൻ പറ്റുമോ? അതൊക്കെ ഒന്ന് ഉത്സാഹിക്കും. നിങ്ങൾ അവിടെ ശബ്ദം ഉണ്ടാക്കാണ്ട് ഒന്ന് ഉത്സാഹിക്കുക. എന്ത് വേണമെങ്കിൽ പ്രതിഫലം വരാം. ഒന്ന് ഉത്സാഹിക്കൂ. ഉത്സാഹിക്കണമെങ്കിൽ അവർ പക്ഷേ എത്തണ്ടേ? സാധനം കിളച്ചെടുത്ത് ആ കൊട്ടയിലേക്ക് ആക്കി നേർന്ന് നിന്ന് നിങ്ങൾ എത്തിക്കുമ്പോഴേക്കും ആ നേരം കൊണ്ട് ഇവിടെ തുടങ്ങി വെറുതെ നിൽക്കില്ല. എടാ കള്ള വൈശവണ എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ എനിക്ക് ചോര ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിശ്ചയില്ല. ഒരുഭൂമിക്കാതെ അങ്ങനെ മാത്രമല്ല. എടാ 1 2 വർഷം എടാ കള്ള വൈശവണ എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ എനിക്ക് ചോര എന്ത് വേണമെങ്കിൽ പ്രതിഫലം വേണം. നിങ്ങൾ ഈ പേര് വിചാരം കാട്ടി തരുമോ? ചെറുതൊക്കെ ഒന്ന് ഉത്സാഹിക്കാം. കളിക്കാം, താൻ കളിക്കാം, കൊട്ടയ്ക്ക് നടക്കുക, ഞാൻ കൊട്ടെടുക്കാം, അത് നേരം നിൽക്കാം. അങ്ങോട്ട് നോക്കിയിട്ട് ഞാൻ മോട്ടയ്ക്ക് കാര്യം കളിക്കാം. ഇവിടേക്കെങ്കിലും വായിക്കാൻ പറ്റില്ല. അവിടെ അല്ല നിൽക്കാം. മറ്റേ ഉത്തരവിടെ ഉത്തരം വിളിക്കാം. 3 ആളും മാറി മാറ്റി ഇത്ര 8 10 ആ ഭോജനാലയത്തിങ്കിൽ നിന്ന് ആ ഉണ്ണിത്തമ്പുരാൻ ഇരിക്കുന്ന സ്ഥലം വരേക്ക് നിരന്നങ്ങളൊന്നു. ഈ ഒഴിഞ്ഞ കൊട്ട കൊണ്ടുപോകാൻ വേറെ വഴി കൂടെ അങ്ങേപ്പുറത്ത് കൂടെ അവിടെ എത്തിയല്ലേ സാധനം എത്തുള്ളൂ. അങ്ങേപ്പുറത്ത് കൂടി എടുക്കാം. ആന്ന് ഇങ്ങനെ വരുമ്പോ മേടിക്കാൻ വേണ്ടിട്ടാ. ആണെച്ചാൽ പിടിച്ചോളൂ. അങ്ങനെ പോയിക്കൊണ്ട് വെച്ചാൽ മോട്ടക്കിടിച്ച കാര്യം വേണമെങ്കിൽ ദേഷ്യം വേണ്ടിരിക്കും. ഒരാളല്ല, അതേപോലെ എല്ലാവരും അതേപോലെ വൈകുന്ന കാണാൻ മതി. നീ കൊട്ട കൊണ്ടിരുമ്പോ അവിടെ നിന്നുണ്ടെങ്കിൽ ഉടമസ്ഥനെ ശ്രദ്ധിക്കാൻ പറ്റും. കുറച്ച് മുന്നേ ഞാൻ പഠിപ്പിക്കാൻ മാറ്റുക. ഈ ചെറുതാൻ വേണ്ടി കാര്യം കൊട്ടയും ചൂടുള്ള ഒന്ന് പിടിച്ച് മാറ്റാനെ എല്ലാ ദേഷ്യം വേണ്ടി. കാരണം ഇങ്ങോട്ട് മേടിക്കുന്ന അങ്ങനെ മേടിക്കുന്ന കുറച്ച് കഴിയുമ്പോ ഇവിടെ ഇങ്ങോട്ട് ചോറ് പറയാൻ കഴിഞ്ഞപ്പോഴാ ഒന്ന് ചൂട് പാകാണോ നോക്കിയിട്ട് ചുറ്റി പിടിച്ച് അങ്ങനെ കഴിക്കുമ്പോ വേഗം കഴിക്കുകയും കഴിഞ്ഞു. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു കഴിക്കലേ. എന്താ പ്രാധാന്യമില്ല. ലേശം കഴിച്ചു കഴിഞ്ഞു മാത്രമല്ല അതുകൂടി വായ ഒഴിഞ്ഞാൽ പിന്നെന്താ വായുന്നുണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ എടാ കള്ള വൈശ്രവണ എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ എനിക്ക് ചോറ് എടാ കള്ള വൈശ്രവണ എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ എനിക്ക് ചോറ് എടാ കള്ള വൈശ്രവണ എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ എനിക്ക് ചോറ് നിർത്തില്ല. എന്താ കാക്ക ഞാൻ ഈ ചീത്തപ്പേരിന് വേണ്ടി മാത്രമേ ഒന്നും ഉത്സാഹിക്കാൻ എന്താ വേണ്ട. ഏതാന്ന് 1 2 പ്രാവശ്യം കള്ള വൈശ്രവണ വ്യക്തമായിട്ട് പറയണ്ടോ? ഞാൻ തന്നെയാണ് കള്ള നിർത്തിയില്ലോ. ഞാൻ ആവശ്യമില്ലാതെ കണ്ട് തമ്പുരാൻ വന്ന് തിരുമനസ് വന്ന് ഏതാവ് ചെയ്യുന്ന കൊണ്ട് കാര്യമില്ല. എന്താ കേട്ടോ ഒന്നും ഉത്സാഹിക്കാം. എടാ കള്ള വൈശ്രവണ എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ എനിക്ക് ചോറ് എന്താ വേണ്ട നിശ്ചയില്ല. എങ്ങനെയെങ്കിലും ഈ ചീത്തപ്പേരില്ലാണ്ട് ഈ ശബ്ദം ഇല്ലാണ്ടേക്കാൻ മതി. പിന്നെ കുറച്ച് താമസിച്ചാലും വരില്ല. എന്നാലും ഒരു പക്ഷേ കുറച്ച് മനസ്സിലെത്തി കഴിഞ്ഞാൽ വൈഡൂര്യോ മാണിക്കോ നവനിധികളൊക്കെ ഉള്ള ആളല്ലേ. ഒരു പക്ഷേ സമ്പത്ത് ഇഷ്ടംപോലെ ഉണ്ടാവുകൊണ്ട് ചിലപ്പോൾ സ്വർണ്ണോ എന്താ വരാൻ ഉത്സാഹിക്കാം. ആ താടി കൊണ്ട് കയ്യിരിക്കാൻ ഇങ്ങനെ താടി ഉത്സാഹിക്കാം. ഇങ്ങോട്ട് പുറപ്പെടുക. എന്താ മന്ദഗിരി പറയാം. എല്ലാവരും നേരം എന്താ കുറച്ചും കൂടി പൂർവാധികരിച്ച മുമ്പ് ഉത്സാഹിക്കായല്ല, അവർ ശ്രമിക്കായല്ല. ഒന്നും കൂടി നോക്കുമ്പോ മേടിക്കാതെ കൊടുക്കാം. ഇങ്ങനെ മേടിക്കാം. എന്താ അങ്ങനെ നോക്കിക്കണം. ഇവിടേക്ക് അങ്ങനല്ല. ഞാൻ അങ്ങനെ തിരിച്ചാൽ പറ്റുമോ? താങ്കൾ തിരിക്കുക. നല്ല കയ്യിൽ തിരിക്കാനാ പറഞ്ഞ ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല. അങ്ങനെ തിരിക്കുക ചെയ്യാം. ഞാൻ ഇവിടെ ബുദ്ധിമുട്ട് അങ്ങനെ എവിടെ തിരിക്കുക. ഞാൻ എങ്ങനെ നോക്കിയിരിക്കും മുഖത്തൊക്കെ ഞാൻ കാര്യം പറഞ്ഞേക്കാം. ചൂടുള്ള കൂടാ അങ്ങനെ നോക്കുക. നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചെയ്യുമ്പോ എന്താ ഈ ഉത്സാഹം വർദ്ധിച്ചപ്പോൾ ഈ അക്ഷരം തുടങ്ങി. ചോറിന് കൂടുതലി. എടാ കള്ള വൈശ്രവണ എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ എനിക്ക് ചോറ് 2 അക്ഷരം പറഞ്ഞു. എന്താ കൂടെ നോക്കണേ. നീ താമസിക്കണ്ട. താൻ വല്ലാണ്ട് സാവധാനം ഇങ്ങനെ താമസം കുറച്ച് അമാന്തമുണ്ട്. നോക്കുമ്പോ ആ സംശയം കേട്ടപ്പോ അവിടെ താമസായി. അക്ഷരം കുറയുന്ന ഒന്നിക്കൊന്ന എന്താ അത്ര അമാന്തം? എവിടെയാണ് അത്ര നേരം? നേരത്തെ കൂടി പുറപ്പെട്ട ആളുകളല്ലേ.
വേഗം സഹിക്കും. അതൊന്നും ഉളമ്പാൻ കൂടി അവിടെ പോയിട്ട് നോക്കിക്കണ്ടേ കുന്തം വിളിച്ച് നിൽക്കാൻ അവരോട് കൂടി തന്നെ എണ്ണം കൂടി തന്നെ മാത്രമേ ഉളമ്പാൻ കൂടിയപ്പോ എന്താ എടാ എടാ കള്ള വൈശവണ എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണി കിടാതെ എനിക്ക് ചോദിച്ചാൽ ബാക്കി എപ്പോഴും ചോറൊന്ന് ഒഴിച്ചു. എടാ എടാ കള്ള വൈശവണ എന്നെ ക്ഷണിച്ചു കൂട്ടി എടാ എടാ കള്ള വൈശവണ എന്നെ എടാ എടാ കള്ള വൈശവണ അക്ഷരം കുറയാൻ കാരണം ലക്ഷണങ്ങൾ അത്രയും വേഗത്തിലെടുക്കുക. നിരന്ന് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യമായിട്ടേ കുഴപ്പട്ടെ. എന്തായാലും സന്തോഷം. 1 2 3 4 5 6 7 8 എണ്ണം കൂടുമ്പോ അത്രത്തോളം ഉത്സാഹം വർദ്ധിച്ചു. അപ്പൊ ചോറിന്റെ ആ വരവ് വേഗത്തിലായപ്പോ എന്താ അക്ഷരം കുറഞ്ഞു വന്നപ്പോ എടാ എടാ കള്ള വൈശവണ എടാ എടാ കള്ള വൈശവണ അതിനൊക്കെ ബുദ്ധിമുട്ടായി. മറ്റുള്ള അക്ഷരം ചെയ്യാൻ വേണ്ടി കഴിയില്ല. താനാണ് കള്ളെന്ന് എല്ലാവർക്കും വെക്കാൻ പാകത്തിന് എടാ എടാ കള്ള വൈശവണെന്ന് എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന് ഉറപ്പിച്ചപ്പോ അതെ ഒന്നും കൂടി ഉത്സാഹിക്കാന്ന്. ഈ ശബ്ദം ഒന്നും ഇല്ലാണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ഉത്സാഹിക്കുന്നു. എന്താ ഞാൻ ഒന്നുകൂടി എനിക്ക് വയ്യായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ഉത്സാഹിക്കാനും. കാരണം എത്ര ദിവസമായില്ലോ ഞാൻ ഈ ശബ്ദം കേട്ട് എനിക്ക് ഉറക്കമായിട്ടില്ല. എനിക്ക് വയ്യായിക്കണമെങ്കിൽ എന്നാലും ഈ ശബ്ദം ഇല്ലാണ്ടാക്കണമെങ്കിൽ നോക്കുക ഒന്നും കൂടി ഉത്സാഹിച്ച് കൊണ്ടുപിടിച്ചപ്പോണ്ടാ എടാ എടാ കള്ള വൈശ അപ്പൊ ചോറൊന്നും നോക്കിയാൽ എടാ എടാ കള്ള വൈശ എടാ എടാ കള്ള വൈ എടാ എടാ കള്ള വൈ വേഗം കൂടി തന്നെ മാത്രം എടാ എടാ കള്ള എടാ 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 ശബ്ദം കുറഞ്ഞാൽ തന്നെ മാത്രമല്ല എടാ എടാ പിന്നെ ശബ്ദമില്ല. കാരണം എടാ എടാ അക്ഷരം കുറഞ്ഞ് ചോറ് വരുമ്പോ ചൂട് പാട്ടാൻ നോക്കും. അവിടെ തിരുവോട്ടിയിലേക്കാക്കും. കുറച്ച് കഴിയുമ്പോ എന്താ ശബ്ദം നിന്നപ്പോ ഞാനേ ഒരുവിധം എനിക്ക് ഭാര്യ മക്കളൊക്കെ ഇല്ലേ അതെനിക്ക് എനിക്കുണ്ടോ എനിക്ക് എന്റെ ഭാര്യ തന്നെ പോലില്ല. എന്റെ ഭാര്യ പോലില്ല. അതിപ്പോ അവരുടെ ഭാര്യ എന്റെ ഭാര്യ പോലെ എന്റെ ഭാര്യ അല്ല. എനിക്ക് ഈ ഭാര്യ കാണുന്ന മോഹമുണ്ട്. അത് എനിക്ക് മോഹമുണ്ട്. സമ്പാദ്യത്തിന്റെ കാര്യം പരമാവധി ഇപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന നിശ്ചയമാണ്. അത് കിട്ടിയില്ലെങ്കിൽ വേണ്ടി ഞാൻ പോവുക. താനെങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനും തന്നെ പോയിട്ടുണ്ട്. അതോ എന്റെ ഉണ്ണിയെ കാണാൻ സാധിക്കുന്നില്ല. കാരണം എനിക്ക് വയ്യാതെ പറഞ്ഞോണ്ടേ എത്ര നേരെ സാധിക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ക്ഷണിയെ മത്തിക്കാച്ചാൽ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നിരന്തരം കുറച്ച് മുമ്പത്തേക്കാൾ ഉത്സാഹമുണ്ട്. കാരണം ഒന്ന് കഴിഞ്ഞാൽ അങ്ങനെ തുടങ്ങി യാത്ര അധികം വർഷമായി. അവിടുന്ന് നിൽക്കുക കളക്കുക നടക്കുക അങ്ങനെ കൊണ്ടില്ല. ഈ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമ്മളെ ദിവസം വയ്യാണ്ടേമുണ്ട് നിർത്തുക. ഈ താമസം അവിടെ കണ്ടു. ഏത് ഈ സംഭാഷണം എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് സംഭാഷണം ഉണ്ടാവുമല്ലോ. അതിന്റെ ആ ഉത്സാഹം ശബ്ദം കുറഞ്ഞതിന്റെ സന്തോഷം വർദ്ധിച്ചപ്പോ ഉണ്ടായിട്ടുള്ള സന്തോഷ പ്രകടനത്തിന് ഇടയ്ക്ക് ഇവിടെ ചോറിന്റെ വരവ് നിന്നു. വരവ് നിന്നപ്പോ എന്താ എടാ 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 കള്ള വൈശ്രവണ സഹിക്കാം. കുറച്ച് എടാ എടാ കള്ള വൈശ്രവണ വീണ്ടും എടാ എടാ കള്ള വൈശ്രവണ എന്നെ ചോറുണ്ട് കഴിക്കണ്ട എടാ എടാ കള്ള വൈശ്രവണ എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് എടാ എടാ കള്ള വൈശ്രവണ എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ എടാ എടാ കള്ള വൈശ്രവണ എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ എനിക്ക് എടാ എടാ കള്ള വൈശ്രവണ എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ എനിക്ക് ചോറേ എടാ കള്ള വൈശ്രവണ എടാ എടാ കള്ള വൈശ്രവണ എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ എനിക്ക് ചോറേ ചോറ് എടുത്തുകൂടെ കുറെ നേരം തന്നോടാ പറഞ്ഞ തന്നെ ഇവിടെ നോക്കിയാൽ നേരെ കാണാല്ലേ ഞാൻ നിർത്തിക്കൂടെ. എന്താ അങ്ങനെ സാധാരണ പണി ഏറ്ററങ്ങിയ പണി ഏറ്റോടത്ത് എത്തി അവസാനിപ്പിക്കാന്ന് പറയും. എന്തോളൂ നമ്മൾ ഈ ശബ്ദം ഇല്ലാണ്ടാക്കാതെ ഉത്സാഹിക്കുന്നതേ. അതെ ഇല്ലാണ്ടാക്കിയില്ലേ ഇപ്പോഴോ മുമ്പത്തെ പോയി അതാ കിട്ടുകൂടാ. എല്ലാവരും പോയി ഓരോരുത്തരും കൊട്ടൊക്കെ വിട്ട് പോയി. കാരണം ഇനി ഒഴിക്കില്ലേ നേരെ കളിക്കണ്ടോ. എല്ലാവരും പോയപ്പോ എന്താ ഈ ഒഴിഞ്ഞ കൊട്ട വെക്കണ്ടേ. വല്ലുണി തമ്പുരാൻ നോക്കിയപ്പോ സിംഹാകരം നോക്കിയപ്പോ എന്താ എല്ലാവരും പോയപ്പോ വിശിപ്പും കൂടിണ്ടേ. ജനരാക്കിനി കത്തിക്കളയണ്ടോ ഉണ്ണി കഴിച്ചു ഉരുന്നല്ലേ പറയണ്ടേ. ആ തിരുവോട്ടി കത്തിയപ്പോ ജനരാക്കിനി കത്തിക്കാളാൻ വേണ്ടി മാത്രം നോക്കിയപ്പോ ദഹനപ്പേരയ്ക്ക് ഒഴി കാണാൻ വിഷമമുണ്ടായില്ല. ആ ഒഴിഞ്ഞ കൊട്ട നോക്കിയിട്ട് അത് അമൃതത്തിൽ കഴിച്ചുകൊണ്ട് നേരെ ദഹനപ്പേരെ പോയപ്പോ എന്താ ആ 4 കാലം ചിരക്ക് 8 കാലം ചിരക്ക് കാലം ചെമ്പ് നിലകാല ഉരുളി ഇത് മാത്രം വ്യത്യസ്തങ്ങളായിട്ടുള്ള പാത്രങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ പദാർത്ഥങ്ങൾ ധാരാളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ചെന്ന് മാത്രമല്ല ഓരോന്നും എന്താ നോക്കും. ഭരണിയിലും വേണ്ടിയ 4 കാലം ചെറുക്കായാലും വേണ്ടി 8 കാലം ചെറുക്കായാലും വേണ്ടി ഒന്ന് ഭാഗമാക്കിയിട്ട് ആ മരികയിലും വേണ്ടിയ നോക്കിയിട്ട് അതോട് പോയിട്ടാ പാത്രത്തോട് പോയിട്ടാ 8 കാലം ചെറുക്ക് 4 കാലം ചെറുക്കൊക്കെ ഭക്ഷിക്കാൻ വിട്ടു വെച്ചാൽ അതന്നെയാണ് മഹാഗണപതി ഉണ്ണിഗണപതി കുട്ടിഗണപതി. ആ എങ്ങനെയാണോ ഉപാസിക്കുന്നത് അതന്നെയാണല്ലോ അതിന് വലിപ്പം. അങ്ങനെ ഭക്ഷിക്കാൻ തന്നെ മാത്രമല്ല ആ അവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ മുഴുവനെ കൊട്ടുകെട്ടിക്ക നിലകാറ് പാത്രങ്ങള് ആ പദാർത്ഥങ്ങള് ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ നെടുമ്പരി ധാരാളം വലിപ്പമുള്ള നെടുമ്പരയാണല്ലോ.
ഭോജനാലയം അനവധിയുണ്ട്. അത് മുഴുവന് ആ കാലോട് പോയിട്ട് മോന്തായം കഴുക്കോല് ഇതൊക്കെ അതിശയോക്തി ഇങ്ങനെ ധരിക്കണ്ട. ഒക്കെ വില എങ്ങനെയാ ഭക്ഷിക്കാൻ അങ്ങനെ മാത്രമല്ല. കുറച്ചു പോയി വൈശ്വാൻ നോക്കിപ്പോ എവിടെ നോക്കിപ്പോ ഈ ഒഴിഞ്ഞ സമയത്ത് എടാ എടാ കള്ള അത് കഴിഞ്ഞാൽ ഭക്ഷിക്കേണ്ട വൈശ്വാന കഴിക്കുന്നത്. എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ട് വന്ന് ഭക്ഷിക്കുന്നുണ്ട്. ഭക്ഷണിക്കലാകേണ്ട എനിക്ക് ചോറ് കഴിക്കുന്നുണ്ട്. ചോറ് അപ്പോഴും കഴിക്കണ്ട. ഈ പന്തലും പന്തക്കാരും മോന്തായും ഇപ്പൊ ഭക്ഷിക്കാൻ തന്നെ മാത്രം നോക്കിയപ്പോൾ ഇവിടെ നിന്ന് കാണാനൊക്കെ കഴിഞ്ഞു. ഞാൻ ഈ കലവറയിലേക്ക് കയറാം. കലവറയ്ക്ക് കയറിയപ്പോൾ ഇഷ്ടം പോലെ പല പദാർത്ഥങ്ങളും ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ സമാഹരിച്ചിട്ടുള്ള കലവറകൾ ഇഷ്ടംപോലെ ഉള്ളൂ. ഇലക്കലവറകള്, പച്ചക്കറികളുടെ കലവറകൾ, ഓരോന്നും വ്യത്യസ്തങ്ങളായിട്ടുള്ള കലവറകൾ മാത്രമല്ല പലവ്യഞ്ജനങ്ങളായിട്ടുള്ള സാധനങ്ങൾ നിരവധി. അതിൻ്റെയൊക്കെ പ്രത്യേകം കലവറകൾ ധാരാളം കലവറകളുണ്ടാവും. ഓരോന്നും ആ കലവറ ഉള്ളിൽ പോയിട്ട് എന്താണെന്ന് പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് മുമ്പിട്ട് നോക്കിയിട്ട് അതോടുകൂടി ആ വലിയ ആ ഭരണികൾ വലിയ ആ ചീരഭരണികൾ തുടങ്ങിയ വലിപ്പത്തിലുള്ള ഭരണികളുണ്ടല്ലോ. അത് മാത്രമല്ല ഏതൊക്കെ പാത്രങ്ങളിലാണ് സാധന സാമഗ്രികൾ സമാർജിച്ചു വെച്ചിരിക്കുന്നത് അത് മുഴുവൻ എടുത്താൽ ഭക്ഷിക്കുമ്പോൾ എന്താ അവിടുത്തെ മുഴുവൻ കഴിയുക. അതൊരു വയസ്സോട് നിരീക്ഷിച്ചു നീ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല പോവുക. അയ്യോ എന്താ വളരെ ഓടിപ്പോയിട്ട് ശബ്ദം ഉണ്ടാക്കാണ്ട് ഓടിപ്പോയിട്ട് ആ ഇലക്കലവറകൾ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ധാരാളം വരുന്നവർക്കൊക്കെ ഇലവറല്ലോ. ഇലക്കലവറയുടെ ഉള്ളിൽ പോയിട്ട് അനവധി ഇലകൾ വാരിയിട്ട് അതിനുള്ളിലേക്ക് പോയിട്ട് വലിപ്പുള്ള സ്ഥൂലി ശരിയാണല്ലോ. നല്ല ഒളിച്ച് ഇന്നും ഇല്ല. എന്താ ഉണ്ട് നിങ്ങൾ ഉണ്ടാവില്ല. ഓ സമാധാനായി. ഒരു ഭാഗത്തിന് അത്ര പെട്ടെന്ന് കാണില്ല. കാരണം ഇനി എന്താ വേണ്ടേ ഇവിടെ നോക്കിയാൽ കാണാത്ത രൂപത്തിലായി. ഇനി അത്ര പെട്ടെന്ന് വരില്ലോ. നോക്കിയപ്പോൾ വൈശ്വാനം പോകുന്നത് കണ്ടിട്ടുണ്ട്. ആ മുക്കിലേക്കാണ് പോയിരിക്കുന്നത്. നോക്കിയാൽ ഏരട്ട അടുത്തേക്കാണ് പോയിരിക്കുന്നത്. ഏര പരിശോധിക്കാതെ നോക്കാം മനസ്സിലായിട്ടില്ല. എന്തായാലും ഒന്ന് നോക്കാം. അതുവരെയുള്ള ഇലകളൊക്കെട്ടോടുകൂടി കഴിച്ചു മാത്രമല്ല വൈശ്വാനം കിടക്കണ ആ സമയത്ത് ആ വൈശ്വന്റെ ദേഹത്തോടെ ഒക്കെ വലിച്ചിട്ടുണ്ടല്ലോ കാണാണ്ടിരിക്കാൻ വേണ്ടി ഇലക്കെട്ടുകൾ. ആ ഇലക്കെട്ടുകൾ വൈശ്വനോട് കൂട്ടി തൂക്കിയോട് ചുറ്റി പിടിച്ചു ഉറക്കം നിരോധിച്ചുകൊണ്ട് ഒറ്റ ഓട്ടാവുന്നേ ഓടിന് മാത്രം നേരെ വേറൊരു കലവറയൊക്കെ ഒഴിഞ്ഞ പഞ്ചസാര ഭരണിയുണ്ട്. അതിനുള്ളിൽ പോയിരുന്നു. ഇനി അത്ര പെട്ടെന്ന് വരില്ലോ. ഇല കലവറയത്തെ ഇല മുഴുവൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ നെടുമ്പറയും ഭക്ഷിച്ചു മാത്രം നേരെ വയസ്സോണം പോകണം നോക്കിയിട്ടുണ്ട്. ആ ഒഴിഞ്ഞ പഞ്ചസാര ഭരണി ഇരിക്കുന്ന അടുത്തുള്ള ബാക്കിയുള്ള പാത്രങ്ങൾ മുഴുവൻ അമൃതത്തായി. ആ എന്താ സാധനം നോക്കി അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം വയസ്സോണം ഒഴിച്ചിരിക്കുന്ന ആ പഞ്ചസാര ഭരണിയുടെ ഉള്ളിലേക്ക് തുമ്പിയോണ്ട് എന്താ നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം തുമ്പിയില്ലല്ലോ. അപ്പൊ ചൂടും കുറച്ച് വെള്ളവും നനവും തണുപ്പ്. ആ ഒഴിഞ്ഞ പഞ്ചാര ഭരണിയുടെ ഉള്ളിൽ നിന്നാണ് ചാടി എഴുന്നേറ്റ് മാത്രം ഇനി വേറെ എവിടെ നിന്നിട്ട് കാര്യമില്ല. ഭഗവാന്റെ അടുത്തേക്ക് ഓടി പോകാൻ നിശ്ചയിച്ച് ഓടി വന്ന് ഭഗവാന്റെ പാതാരബന്ധത്തിലുള്ള ഉറക്കം വിളിച്ചുകൊണ്ട് വല്ലുണ്ണി തമ്പുരാൻ തിരുവടിയിലാക്കിയേ. വല്ലുണ്ണി തമ്പുരാൻ അത് മുഴുവൻ ആ ഭക്ഷിച്ചു മാത്രം നേരെ വൈശ്വണ എടാ കള്ള വൈശ്വണ എന്നെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ കണ്ട് എനിക്ക് ചോറ് എന്താ വല്ലുണ്ണി എന്താ വൈശ്വണ വല്ലുണ്ണി തമ്പുരാൻ തിരുവടിയിലാക്കി. എന്താ വല്ലുണ്ണി തമ്പുരാൻ തിരുവടിയിലാക്ക്. ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ തിരുവടിയിലാക്ക. അതല്ല ഇപ്പൊ ആക്കും. ആവും സമാധാനം ഇപ്പൊ ആക്കുന്നതേ ഉള്ളൂ. അതെന്താ വല്ലുണ്ണി തമ്പുരാൻ ഒരു വിധത്തെ അമൃതത്ത് കഴിച്ചു കഴിഞ്ഞാൽ അടിയെ മാത്രമേ അമൃതത്താവായിരുന്നു. അപ്പോഴേക്കും അടുത്തേക്ക് പിന്നെ എടാ കള്ള വൈശ്വണ എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പട്ടിണിക്കിടാതെ കണ്ട് എനിക്ക് ചോറ് അടുത്തെത്തിയേക്കാണ്. എന്താ വല്ലുണ്ണി അച്ഛാ എന്നെ വൈശ്വണൻ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് എനിക്ക് നല്ല വിശപ്പുണ്ട്. എനിക്ക് മാന്തരാന്ന് വേണം കള്ളൻ ഏട്ട മഹാഭാവി എനിക്ക് ഭക്ഷണം തരാതെ കണ്ട ഇവിടെ വരൂ. എന്താ വൈശ്വണൻ എന്താ കേൾക്കട്ടെ. എന്തായി ഉണ്ണി തമ്പുരാൻ തിരുവടിയിലാക്കും കേൾക്കട്ടെ. അതിനെ പറയാൻ നല്ല വശമുണ്ട്. ഇനി അടിയെ മാത്രമേ തിരുവടിയിലാവാറുള്ളൂ. ഇപ്പൊ ഉണ്ടാക്കായല്ല. പിന്നെ അതൊക്കെ പാത്രങ്ങൾ തിരുവടിയിലാണ്. എന്താ ഉണ്ണിയത്? ഇനി ഒന്നുമില്ല. ഇനി എന്താ വേണ്ടത്? നീ എന്താ പറയുക അവിടുത്തെ തിരുവിളക്കടലെ ആദ്യം അവിടെ അനുവദിക്കാണെങ്കിൽ ആദ്യം നെടുമ്പറയ്ക്ക് കാര്യം കുളിച്ചിടാം എന്ന് വെച്ചാൽ ഈ ആദ്യം കുളിച്ചിട്ട് നെടുമ്പറ ഉണ്ടാക്കിയിട്ട് ആദ്യം അടുപ്പ് കൂടെ ഉണ്ടാക്കാൻ ഒക്കെ തിരുവടിയിലായി. അതേ മാത്രമേ തിരുവടിയിലാവുള്ളൂ. എന്താ ഇത് എന്താ അച്ഛാ എനിക്ക് മുഴുവൻ ഓർമ്മയില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇവിടെ വരൂ. എന്തൊക്കെയാ വയസ്സുകൊണ്ട് കഴിക്കുന്നത്? അച്ഛാ അതൊന്നും ഓർമ്മയില്ല. വയസ്സുകൊണ്ട് എന്തുണ്ടായി? ഇനി ഒന്നും പടിയുള്ള പാത്രങ്ങളും പദാർത്ഥങ്ങളും നെടുമ്പേണ്ട കാര്യങ്ങളും എന്നൊക്കെയുള്ള ഒക്കെ തിരുവടിയിലായി. അടിയെ മാത്രമേ തിരുവടിയിലാവായിരുന്നു. കൊടുക്കും ആവശ്യമില്ലാതെ കൊടുക്കും. അടുത്തേക്ക് വിളിച്ചു ഒന്ന് തട്ടിയപ്പോ എന്താ തിരുവട്ടിയിൽ വല്ലുണ്ണി തമ്പുരാന്റെ വയറൊന്ന് തട്ടിയപ്പോ എന്താ ഒന്നിച്ച ഓക്കാനിക്കുക. എന്താ ചോദിക്കാൻ ഓക്കാനിക്കാൻ കാരണം ആ 4 കാതം ചെറുക്ക് 8 കാതം ചെറുക്ക് കാതം ചെമ്പ് നെലകാത ഉരുളി ചെറിയ പാത്രങ്ങൾ വലിയ പാത്രങ്ങൾ ഗോമുഖി കുത്തുവെട്ടുകം എന്ന് വെക്കേണ്ട നെടുമ്പേണ്ട കാര്യങ്ങള് ഉത്തരം മോതായം ഇതിങ്ങനെ വിലങ്ങനെ ഒരുവിധം കാണാനില്ല. പറയാൻ പറ്റുമോ? എന്നാലും ബാക്കിയൊക്കെ കിട്ടിയോ?
എല്ലാം ഇല്ലേ നോക്കൂ, ഉള്ള സാധനങ്ങളൊക്കെ ഇല്ലേ? ആ വിദ്വാനി കൂടുതലുള്ള ആളില്ലേ? ആ വിദ്വാൻ പോരായില്ല കൊണ്ടാ പഠിച്ചത്. അബദ്ധം കാണിക്കാം, ആള് കേവലം കൊണ്ട് കയറില്ല. എല്ലാവരും നോക്കോ, ശ്രദ്ധിച്ചോളൂ. കൂടുതലുള്ള ആളെ വേറെ കാര്യസമയം വിളിക്കേണ്ട ആവശ്യമില്ല. ധനം ഉണ്ടായിട്ട് കാര്യമില്ല, സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, സൂക്ഷ്മത വേണം. അത് നല്ലോണം വയസ്സുകൊണ്ട് ഭഗവാൻ അറിയാം. ഇത്ര തിരക്ക്, ഇത്ര കാതിന് മുമ്പ് ഇത്ര നിലകാതെ ഉരുളി വക്ക് കൂട്ടിയത്, കാത് ഉള്ളത്, കാതില്ലാത്ത, കാതിനടക്കം സംഭവിച്ചത്, ഈയം പൂശാത്തത്. ഈയം പൂശിയതില്ല അവിടെ ഉണ്ടാവും ചോദിച്ചു ഞാൻ. ഈയം പൂശിയതില്ല. അതിൻ്റെ ഈയം പൂശിയതിൻ്റെ കൂട്ടത്തിലുള്ളതും ചിലതൊക്കെ ഉണ്ടെന്നാലും മുഴുവൊന്നുമില്ല. തെളിഞ്ഞിട്ട് തെളിയാത്ത ഈയം പൂശാത്തത്, ഈയം പൂശിയത് പല കെട്ടുപെട്ടുണ്ട്. ഈയം ഇല്ലെങ്കിൽ നേരിയൊന്നുമില്ല, അതും കൂടി ആവായിരുന്നു. മുമ്പത്തെ പോലുള്ള ഈയൊന്നുമല്ല, മുമ്പ് കേമായിരുന്നോണ്ട് ഇപ്പം അത്രക്കൊന്നും ഇല്ലാണ്ട് കാര്യം ഈയം പൂശിയ സമ്പ്രദായം കേമായിരുന്നു. ഇപ്പൊ അതുപോലെ പൂശാൻ ആരും ഇല്ല. അത് പറയാലോ, ഈയം കേമാവുള്ളൂ. ഈയം ഇല്ല നോക്കാൻ എല്ലാ നോക്കുമ്പോൾ എടുത്ത് നിർത്തി നോക്കും. എല്ലാ അയിലും നോക്കിയപ്പോത്താ എല്ലാ അയിലും 4 കാലത്തേക്ക് ദൂരണ്ണയുള്ളൂ. ഇല്ലെങ്കിലും വിരോധമില്ല. അപ്പോൾ എന്താ വയസ്സാ സാരില്ല. എന്ത് അല്ല, ഒരു വിധമൊക്കെ ഉണ്ടാ ഇനി വല്ലതും കുറവുണ്ടോ? സാരില്ലേ. എന്താ അത് വാല് പോയൊരു ചട്ടകം കൂടി ഉണ്ടാകും. വാല് പോയ ചട്ടകം കൂടി ഉണ്ടാകുന്ന വെച്ചാൽ ബാക്കി ഒരു വിധമായിരുന്നു തന്നെയാണോ വേണി. കാരണം സമ്പത്ത് ഇഷ്ടംപോലെ നമ്മുടെ സൂക്ഷ്മത ഇല്ലാത്ത ആളുകളാണ്. കൂട്ട കാട്ടിക്കൊണ്ട് ഇഷ്ടംപോലെ എത്ര നിശ്ചയില്ല, എങ്ങനെ നിർവഹിക്കേണ്ടത് നിശ്ചയില്ല, എങ്ങനെ സമ്പാദിക്കേണ്ടത് നിശ്ചയില്ല. കുറെ ഇങ്ങനെ ആർഭാടത്തിന് വേണ്ടിയതല്ല, സൂക്ഷ്മതയുണ്ട്. വേണ്ടില്ല. അതുകൊണ്ടാണല്ലോ പോകുന്നത്. ഞാൻ അത്രയൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് പോകും. നിങ്ങളുടെ എഴുന്നള്ളത്ത് എങ്ങനെ വെച്ചാൽ സന്തോഷം വിചാരിച്ചു പോകില്ല. എന്തായാലും ഈശ്വര വിചാരം എന്ന് വെച്ചാൽ വേണ്ട പോലുള്ള ആളാണ് ഇപ്പോൾ നോക്കി. എന്താ വേണ്ട ആളെ സമ്മതമാണ്. കാരണം നീ അതാക്കണവരും ഒരു ആ വയറ്റിലൊന്നും തട്ടിയപ്പോൾ വാല് പോയ ചട്ടകം ഒരു ഇതൊക്കെ. അച്ഛാ നല്ല വിഷമുണ്ട്. ഇവിടെ ഒരു ഭഗവാന്റെ ഭസ്മസഞ്ചിന്ന് ഒരു നുള്ളി ഭസ്മം വായ കൊടുക്കൂ. വായ കുടിക്കാൻ പ്രാതരി കഴിക്കണ്ടായില്ലേ? നീ കഴിക്കാമെന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ലാണ്ട് വായ കുടിച്ചാൽ വേണം, വായ കൂട്ടാനാണ്. വായ കുടിക്കൂ. നുള്ളി ഭസ്മം എടുത്തിട്ട് വായ കുടിച്ചു. അച്ഛാ സുഖായി. അച്ഛനും മകനോ? ഇപ്പൊ അച്ഛൻ്റെയും മകൻ്റെയും കാലാണോ? അച്ഛനെ സന്തോഷിപ്പിക്കാൻ മകനും, മകനെ സന്തോഷിപ്പിക്കാൻ അച്ഛനും. ഇങ്ങനെ പറ്റും. ആദ്യം ഉണ്ണി പോയി വിടുക, അത് കഴിഞ്ഞാൽ കൊള്ളാൻ വരിക, മകന്റെ ഇഷ്ടപ്രകാരം നടക്കുക. ഒന്നും അറിയാത്ത മാതിരി അച്ഛൻ. ഇപ്പൊ അച്ഛനോ അച്ഛൻ കൊടുത്തത് ഒക്കെ സുഖമായിരുന്നു. എത്രയോ അവൻ തന്റെ ഉണ്ണിനെ തന്റെ അച്ഛൻ തന്നെയാണ് അച്ഛനും മകനാകുമ്പോഴത്തെ ബോധ്യയില്ലേ. എന്താത് ഇത് മുമ്പ് അറിഞ്ഞെന്ന് വെച്ചാൽ മുമ്പ് തന്നെ വരുന്നേ ഇഷ്ടംപോലെ ഉണ്ട്. വട്ടി പറ ആ കൊട്ട കണക്കിന് വെണ്ണീര് തിന്നെ വർഗം നല്ലാതെയുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ വലിയ ദേവന്മാരായിട്ടുള്ള ആളുകളൊക്കെ അത് കഴിച്ചു, ഇത് കഴിച്ചു, എരിശ്ശേരി കഴിച്ചു, പുളിശ്ശേരി കഴിച്ചു, പഴപ്രഥമം കഴിച്ചു, അടപ്രഥമം കഴിച്ചു, ചക്കപ്രഥമം കഴിച്ചു. കേമായിട്ട് പോലെ ഒന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പഴപ്രഥമൻ പഴയ പ്രഥമനാതിരിച്ചിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കൂട്ടിലൊക്കെ പറഞ്ഞു ധരിപ്പിക്കുന്ന വർഗം തന്നെ അതേക്കുണ്ട്. നീ എന്താ ചെയ്യാ? വയസ്സാണെന്ന് ആലോചിച്ചു. ഒന്നുണ്ണി സുഖമായില്ലേ? വയസ്സുവാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഒന്നും ഉണ്ടല്ലേ? കാരണം കുറെ നേരമായി പോയി. എന്താ ഉണ്ടെന്ന് നിശ്ചയിച്ചപ്പോ എന്താ വേണ്ടത്? ഇവിടുത്തെ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത് ഭഗവാൻ അതുപോലെ തന്നെ ആവാം. എന്നാൽ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ആദ്യം നെടുമ്പരയ്ക്ക് കാല് കുഴിക്കുക, നെടുമ്പരയ്ക്ക് വട്ടം നേരേക്കുക, അടുപ്പ് നേരേക്കുക, മറ്റുള്ള പാത്രങ്ങളൊക്കെ വേണ്ടപോലെ കഴുകി വൃത്തിയാക്കണം. പോയി കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ സമാഹരിക്കുക, ആദ്യം ഇറക്കണം. ഒന്നും വേണ്ട. നമുക്ക് എല്ലാവർക്കും പോയിട്ട് കൈലാസത്ത് പോയിട്ട് അവിടെയുള്ള കഥാരത്തിന് കിട്ടിയിട്ടുള്ള ഭക്ഷണം കൊണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് കഴിയാൻ സമ്മതല്ലേ? അങ്ങനെയാവാം. ആ ശ്രീമഹാഗണപതിയെ വേണ്ട പോലെ സന്തോഷിപ്പിച്ച് ആ വൈശ്രവന്റെ അഹങ്കാരത്തിന്റെ ശക്തി അവരില്ലാണ്ടാക്കി. എത്രയും ഭഗവാന്റെ കടാക്ഷം കൊണ്ട് സകല സമ്പത്ത് നയിക്കണ്ടേ? ഒന്നും വിഷമമില്ല. കാരണം എല്ലാ നിധികൾക്കും നാഥനായിട്ടുള്ള ആളിനെ. അതുകൊണ്ട് അഹങ്കാരം ഉണ്ടായി കഴിഞ്ഞാൽ അത് നാശം തന്നെയാണല്ലോ. അത് ഇല്ലാതെ ഉണ്ടാക്കിയത് ഭഗവാൻ തന്നെ. അതുണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടായിട്ടും കാര്യമല്ലോ. അത് തനിക്ക് വേഷം ഉണ്ടായിരുന്നോ സംശയം. അതിപ്പോ ബോധി ഭഗവാന്റെ വിദ്യനെയാണ്. എന്നാൽ ഭഗവാന്റെ കൂടെ ഭഗവാന്റെ കടാക്ഷത്തിന് പാത്രമാകുക അങ്ങനെയാണല്ലോ. കൊണ്ട് കരുണാകരനാണ് വേണ്ടി കാര്യമില്ല. ഇപ്പൊ കരുണാകരന്റെ കൂടെ അങ്ങോട്ട് പോകാനാ ഇപ്പൊ പുറപ്പാട്. എല്ലാവരും
എന്താ കാരണം അങ്ങോട്ട് പോയിട്ട് കാര്യങ്ങളാണെങ്കിൽ ഭഗവതി കൂടിയുണ്ട്, ഭഗവാനുണ്ടെങ്കിലും ആ കരുണാകരനോടുള്ള ഭക്തി കുറച്ച് കേമ, കരുണാകര പക്ഷം. എന്താ കാരണം അത് വയസ്സുകൊണ്ടുണ്ടല്ലോ കുറച്ചധികം സന്തോഷിക്കുകയാണെങ്കിൽ തൻ്റെ അഹങ്കാരം ഇല്ലാണ്ടാവില്ല. അഹങ്കാരം ഉണ്ടാകുന്നു അതൊക്കെ ഇല്ലാണ്ടായിക്കില്ലേ. എന്താ അതന്നെയാണ് പോവാം. എല്ലാവരോടും കൂടി ഭഗവാൻ തൻ്റെ ഭക്തന്മാരോടും പുത്രന്മാരോടും പ്രീതമയായിട്ട് ലോകമാതാവ് ശ്രീപാർവതി ദേവിയോടും പോയിട്ട് ഭൂതഗണങ്ങളോടും ആ സ്വർഗലോകത്തിലെ എല്ലാവരും ദേവന്മാർ 33 കോടി ദേവകളെ, ഉപദേവകളെ, 66 കോടി അസുരകളെ, സമസ്ത എല്ലാ ഭക്തന്മാരോടും പോയിട്ട് കൈലാസത്തെ പ്രാപിച്ച് ആ കൈലാസത്തിൽ എത്തിയതിനു ശേഷം ആ കപാലത്തിൽ നിന്നിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങളെ കൊണ്ട് സമസ്തന്മാരെയും സന്തോഷിപ്പിച്ച് ആ വൈശ്വന്റെ അഹങ്കാരത്തെ നശിപ്പിച്ച് തന്റെ ഭക്തന്മാർക്ക് സകലതും പ്രദാനം ചെയ്യാൻ, അതാണ് ഐശ്വര്യം നിലനിൽക്കാൻ പരമേശ്വര കടാക്ഷം. അതന്നെയാണല്ലോ വേണ്ട. അഹങ്കാരം വന്നാലോ അതന്നെയാണ് അത് ഇല്ലാതെ ഉണ്ടാക്കി തീർക്കും. കുറച്ച് ഗർവ് ഉണ്ടായിരുന്നേ ഭക്തന്മാർക്ക്, കരുണാകരന്റെ ഭക്തന്മാർക്ക്. ആ ഗർവയെ ശമിപ്പിച്ചത് കരുണാകരൻ തന്നെയാണ്. ഇപ്പോഴോ ഗർവ് ഉണ്ടാകാനുള്ള കാരണം അത് കരുണാകരൻ തന്നെയാണല്ലോ. അത് വേണ്ട പോലെയൊക്കെ അദ്ദേഹത്തിനെ സേവിച്ച ഇപ്പൊ സമാധാനം ഉണ്ടാവും, അല്ലെങ്കിൽ ആർക്കും ഇപ്പൊ വേണ്ട പോലെ സമാധാനം ഉണ്ടാവില്ല. അതന്നെയാണല്ലോ എല്ലാവരും കൈലാസത്തെത്തി സന്തോഷത്തോട് കഴിഞ്ഞപ്പോ ഭഗവാനും അതെ തന്നെ ആ വൈശ്വരനെ പോലെ പല ഭക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് ഏത് സമയത്തും നോക്കിയാൽ കാണത്തക്ക വിധത്തിൽ തന്റെ പ്രീതമയായിട്ടുള്ള ലോകമാതാവ് ശ്രീപാർവതി ദേവിയോടും പുത്രന്മാരായിട്ടുള്ള ശ്രീമഹാഗണപതിയോടും സുബ്രഹ്മണ്യനോടും ശാസ്താവിനോടും ഭൂതഗണങ്ങളോടും സമസ്ത ദേവന്മാരോടും അസുരന്മാരോടും പോയിട്ട് യഥാസുഖം ആ സന്തോഷത്തോടു കൂടി മണ്ണും ശ്രീകൈലാസത്തെ പ്രാപിച്ച് ആയവിടെ വർദ്ധിച്ചത് എല്ലാവരും ശ്രീ മഹാഗണപതിയെ വർദ്ധിച്ചുകൊണ്ടും. അതാണ് പരമേശ്വരനായാലും വേണ്ടിയ, മഹാവിഷ്ണു ആയാലും വേണ്ടിയ, ബ്രഹ്മദേവനായാലും വേണ്ടിയ സമസ്ത ഈശ്വരന്മാരുണ്ടെങ്കിലും എല്ലാവരും ശ്രീ മഹാഗണപതിയെ ഉപാസിക്കണമെന്ന് ഞാൻ ആദ്യം പറയാം. വേണ്ട പോലൊന്നും ആയിട്ടില്ല, ബോധ്യമുണ്ട്. വേണ്ട പോലെ ആവണ്ടാച്ചിട്ടില്ല. എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞു ധരിപ്പിക്കാൻ സാധിച്ചു. ഇങ്ങനെയാണ് ധരിക്കരുത്. ആ ശ്രീ മഹാഗണപതിയുടെ വൈഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ യാതൊരുവന്റെ പ്രാതരശിരത്തിനായിക്കൊണ്ട് നവനിധികൾക്ക് നാഥനായിട്ടുള്ള വൈശ്രവണൻ പോലും ശക്തനായിട്ട് ഭവിക്കുന്നതായില്ല. അപരിച്ഛേദ്യ രൂപം, പരിച്ഛേദിക്കാൻ സാധിക്കാത്ത അദ്ദേഹത്തിന്റെ രൂപം അത്രയും ദേവനായിട്ടുള്ള ഗണേശ്വരമുപാസ്മഹേ. ഞാൻ വീണ്ടും വീണ്ടും അതാ പറയാനുള്ള കാരണം അതായത് വേറെ ഏത് ഈശ്വരന്മാരെ വിചാരിക്കുകയാണെങ്കിലും ആദ്യം ശ്രീമഹാഗണപതിയെ ഉപാസിക്കണം. ശ്രീമഹാഗണപതിയെ ഉപാസിക്കണം. ഒരു ഉണ്ണിയായിട്ടോ, ഉണ്ണിഗണപതിയായിട്ടോ, കുട്ടിഗണപതിയായിട്ടോ, വലിയ ശ്രീമഹാഗണപതിയായിട്ടോ എങ്ങനെയാണോ ഉപാസിക്കുന്നത് അതേപോലെ എല്ലാവരും ഉപാസിക്കുക. അദ്ദേഹത്തിന്റെ വലിപ്പം അപരിച്ഛേദ്യ രൂപം ഇന്ന രൂപത്തിലാണെന്ന് വിശേഷിപ്പിച്ച് പറയാൻ സാധ്യമല്ല. അതിന് അശക്തനാണ്. അതാണ് ഞാൻ വീണ്ടും വീണ്ടും അദ്ദേഹത്തിനെ കുറിച്ച് വീണ്ടും പറയാനുള്ള കാരണം. വേറൊന്നുമല്ല. തം ഗണേശ്വര മുപാസ്മഹേ. ബഹുമാനപ്പെട്ട ബ്രഹ്മശ്രീ MT തിരുമേനി അവർക്ക് എന്നെ കൂട്ടി ക്ഷണിക്കാൻ തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് ഇല്ലത്ത് വരുന്ന നാട്ടുകാരനാണെങ്കിലും എനിക്ക് അവസരം തന്ന അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറഞ്ഞു. ഇത്രയും നേരം ആസ്വദിച്ച് അനുഗ്രഹിച്ച എല്ലാ നാട്ടുകാരോടും ബന്ധുമിത്രാദികളോടും എന്നെ പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും എനിക്ക് അവസരം ഉണ്ടാക്കിയതിലും എന്നെ പാകതയുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും നേരം ഒഴുകുകൊണ്ടും ഈ സമയമാകൊണ്ടും കുറച്ച് കാലമായി ഗണപതിപ്രാതിൽ കൊണ്ട് വേണ്ട പോലെ ആയിട്ടുണ്ടോ നിശ്ചയില്ല എങ്കിലും എനിക്ക് വേണ്ട പോലെ മനസ്സിൽ വേണ്ട പോലെ പറയാൻ സാധിച്ചതിലും ഭക്തിപൂർവ്വം ഗണപതിയെ ഉപാസിക്കാൻ സാധിച്ചതിലും എല്ലാ ബ്രാഹ്മണോത്തമന്മാരും സഹൃദയിലും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.